ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പെറ്റൂനിയ അതെങ്ങനെ കട്ടിങ്സിൽ നിന്നും പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. സാധാരണ ഇത് ഞാൻ ആദ്യം വിത്ത് മുളപ്പിച്ചിട്ടാണ് പിടിപ്പിച്ചെടുത്തത്. പക്ഷെ കട്ടിങ്സിൽ നിന്നും ഇത് നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും ഈ പൂവിട്ട ചെടിയിൽ നിന്ന് കട്ടിങ്സ് എടുക്കാതിരിക്കുക. അത് പിടിക്കൂല. ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടും പിടിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് ഒരു കട്ടിങ്സിൽ നിന്ന് എങ്ങനെ പിടിപ്പിക്കാം എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്, ഈ കട്ടിങ്സ് പിടിപ്പിക്കാനുള്ളത്. ഇത് നമ്മുടെ ചുമന്ന മണ്ണും അതുപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റ് ഒക്കെ ചേർത്ത് ഉള്ള ഒരു പോട്ടിംഗ് മിക്സ് ആണ്. ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് കരിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പോട്ടിംഗ് മിക്സ് ഇതിലോട്ടിട്ട് കുറച്ചധികം ഇടണം. ഇത് കുറച്ച് ഇളക്കമുള്ള മണ്ണായിരിക്കണം, എന്നാലാണ് വേര് വേഗം ഓടുള്ളൂ. അപ്പോ ഇതിങ്ങനെ നിറച്ച് വെക്കുക. അപ്പോ ഇങ്ങനത്തെ ഒരു ചെടിന്ന് വേണം, അതായത് ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇത് പൂവിട്ടിട്ടില്ല. പൂവിടാറായ ഈ ചെടിന്ന് വേണം ഒരു കട്ടിങ്സ് എടുക്കാൻ. ഇതിപ്പോ ഞാൻ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇതിപ്പോ പൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റൂല. എപ്പോഴും പൂവിടാത്ത ചെടിയുടെ തളിർപ്പ്, അധികം മൂക്കാത്ത തണ്ട് വേണം എടുത്ത് കുത്തിപ്പിടിപ്പിക്കാൻ. അതിപ്പോ ഞാൻ കുറേ പരീക്ഷിച്ച് മഴക്കാലത്ത് വരെ കട്ടിങ്സ് പിടിപ്പിക്കാൻ നോക്കിയിട്ട് പിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയത്. അപ്പോ ഇത് നന്നായിട്ട് കട്ടിങ്സ് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കട്ടിങ്സ് ആണ് എടുക്കണത്. ഇതിന്റെ ഒരു കട്ടിങ്സ് എടുത്തു. പിന്നെ ഇപ്പുറത്തും ഒരു കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കട്ടിങ്സ് നമുക്ക് കിട്ടി. എന്നിട്ട് ഇത് നമുക്ക് ഈ പോട്ടിലോട്ടൊന്നിങ്ങനെ ഈ കട്ടിങ്സ് ഒന്ന് കുത്തി കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇത് ഞാൻ മഴക്കാലത്ത് വരെ ട്രൈ ചെയ്തിട്ട്, അതായത് പൂവിട്ടതിന്ന് പിടിപ്പിക്കാൻ നോക്കിയിട്ട് പിടിച്ചിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. ഇത് നമ്മുടെ സാപ്പാണ്. സാപ്പ് കുറച്ച് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് പിടിപ്പിച്ചെടുക്കല്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങൾക്കിത് കാണിച്ചും കൂടി തരണ്ടേ. ഇതാണ് ഞാൻ പിടിപ്പിച്ചെടുത്തത്, 2 കട്ടിങ്സിൽ നിന്നും പിടിപ്പിച്ചെടുത്തത്. ഇതിപ്പോ പറിച്ച് കാണിച്ചു തരാനൊന്നും പറ്റൂല കേട്ടോ, കാരണം അതിന്റെ വേരൊക്കെ പോകും. അപ്പൊ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത് ഇതേപോലെ ഒരു പോട്ടിൽ എടുത്തിട്ട് പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് 2 3 കട്ടിങ്സ് കുത്തി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് അത് വേര് പിടിച്ച ശേഷം പിന്നെ അത് റിപ്പോർട്ട് ചെയ്യാനൊന്നും നടക്കരുത്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോ ഒരു പക്ഷെ ആ ചെടി തന്നെ എന്താ പറയാ അടപടലം പോകുമെന്ന് പറയില്ലേ, അതേപോലെ ആയിപ്പോവും. പിന്നെ ഇത് നടുമ്പോഴത്തേക്കും വൈകിട്ട് നടുക. അതേപോലെ ഇത് പിടിക്കണ വരെയും ഷെയ്ഡിൽ വെക്കുക. ഒരു 8-10 ദിവസം ഷെയ്ഡിൽ വെക്കുക. നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനല്, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ
ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ. അതുപോലെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും 2 വാക്ക് കമന്റ് ആയിട്ട് എഴുതിയിടണേ. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ഒരുപാട് ഉപകാരമായിരിക്കും. അതുപോലെ ഈ പെറ്റൂണിയ കട്ടിങ്സ്, ഇത് ഞാൻ ഈ രീതിയിൽ എങ്ങനെ പിടിപ്പിച്ചെടുത്തോണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ഇതേപോലെ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് ഇത് വിജയിപ്പിച്ചെടുത്തത്. ഇതാണ് കേട്ടോ പെറ്റൂണിയയുടെ സീഡ്. അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോ പലരും കുറച്ചു പേര് വന്ന് ഇതിന്റെ പെറ്റൂണിയ സീഡ്സ് മുളക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ മുളക്കൂലായിരിക്കും. പക്ഷെ ഇത് എങ്ങനെയാന്ന് വെച്ചാല്, ഇത് നിങ്ങള് കാണണ്ട, ഇതിന്റെ സീഡ് എന്ന് പറയണത് ഇത്രയും, ഇതാണ് അതിന്റെ സീഡ് പോഡ്. സീഡ് എന്ന് പറയണത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം എടുക്കാൻ. ഇതാണ് അതിന്റെ സീഡ്. ഇത് എങ്ങനെയാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സീഡ്സ് ഈ ഒരു ചെടിച്ചട്ടി, ഈ പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച ഒരു ചെടിച്ചട്ടിയുടെ നടുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നടുക്ക് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സൈഡിൽ കൂടി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അതായത് നടുക്കോട്ട് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ നനച്ചാലാണ് ഇത് മുളച്ചു വരുള്ളൂ. പിന്നെ കുറച്ച്, ശരിക്കും പറഞ്ഞാൽ ഇത് സാഫ് വെള്ളത്തിലൊക്കെ മുക്കി വെക്കേണ്ടതാണ്. പക്ഷെ ഞാൻ കുറച്ച് സാഫ് ഇപ്പൊ തൂവി കൊടുക്കണേ ഉള്ളൂ. എന്നിട്ട് ഒന്നും കൂടി നനച്ചു കൊടുത്താൽ മതി. സാഫിൽ എപ്പോഴും, ഇതിപ്പോ ഫ്രഷ് സീഡായതൊന്നും വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ കുറച്ചു നേരം സാഫ് വെള്ളത്തിൽ സീഡ്സ് ഇട്ട് വെച്ചിട്ട് പാകുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് മുളച്ചു കിട്ടും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.